ഗംഭീര സ്ഥലമല്ലേ ഷമീറെ? അച്ഛൻ പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ തറവാട് വയനാട് തരുവണ ഉള്ള തറവാട് പുല്ലുമേഞ്ഞൊരു വലിയ വീടായിരുന്നു. അതിന് തീ പിടിച്ചു. കൃത്യം കൊല്ലമൊന്നും അറിയില്ല, 1950 എപ്പോഴും എല്ലാവരും ഉത്സവത്തിന് പോയപ്പോഴാണ് വീടങ്ങ് മുഴുവൻ കത്താൻ തുടങ്ങി. അപ്പോൾ ഈ തരുവണ ഭാഗത്തുള്ള പള്ളികളിലൊക്കെ കൂട്ട വാങ്ങു കൊടുത്തിട്ടൊക്കെ ആളെ കൂട്ടി കെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ കെടുത്താനൊന്നും പറ്റിയില്ല, മുഴുവൻ കത്തിപ്പോയി എന്നാണ് പറഞ്ഞത്. അന്നൊക്കെ എല്ലാ വീടും പുല്ലുമേഞ്ഞതല്ലേ. ഇപ്പോൾ പക്ഷേ നമുക്ക് എവിടെ പുല്ലുമേഞ്ഞ വീടൊന്നും കാണാനേ ഇല്ല. ഇപ്പോൾ നമ്മൾ പോകുന്നത് തിരുനെല്ലി അപ്പപ്പാറ കാട്ടിനകത്തുള്ള കുനിക്കോട് എന്ന് പറഞ്ഞ വീടാണ്. അവിടെ 90 വർഷം പഴക്കമുള്ള വീട് ഇപ്പോഴും പുല്ലുമേഞ്ഞതാണ്. വീട്ടുകാരൊക്കെ അവിടെ തന്നെ താമസിക്കുന്നത്. എല്ലാ വർഷവും മെയിൻ്റനൻസ് ഒക്കെ നടത്തി ആ പുല്ലുമേഞ്ഞ വീട് കാണാനാണ് നമ്മൾ പോകുന്നത്. വയനാട്ടിലെ ഈ പഴയ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും? പുറത്ത് തന്നെ ഒരു ആല ഉണ്ടാവും. തൊഴുത്താണ്, പശുത്തൊഴുത്താണ് ഇവിടുത്തെ ഭാഷയിൽ ആല എന്നാണ് പറയുക. അങ്ങനെ ഒരു ആലയൊക്കെ കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. വൈക്കോൽ തുറു ഉണ്ടാവും നെൽകൃഷി ഉണ്ടെങ്കിൽ. അങ്ങനെയൊക്കെയാണ് പഴയ വീടിൻ്റെ ഒരു സെറ്റപ്പ്. അമ്പോ, നമ്മൾ പ്രതീക്ഷേനേക്കാളൊക്കെ പഴയ ഒരു വീടാട്ടോ. കണ്ടിട്ടൊരു 100 വർഷമെങ്കിലും പഴക്കമുണ്ടാവും. ബാബുവേട്ടാ, ഞാനാ വിളിച്ചത് ഇന്നലെ രാവിലെയൊക്കെ. നിങ്ങൾ വീടൊന്ന് കാണാനേ. പക്ഷെ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്താ അല്ല, ഇത്ര പഴക്കം ഉണ്ടാവും ഇങ്ങനെ പുല്ലൊക്കെ ഇപ്പോഴും ഇതൊക്കെ ഷീറ്റൊന്നും ഇടണ്ട. ആ, മേലെ ഇതിപ്പോ എത്ര കൊല്ലമായി ഉണ്ടാവും വീട്? 10-65 കൊല്ലമായി. നിങ്ങൾ ഉണ്ടാക്കിയതോ അച്ഛൻ ഉണ്ടാക്കി? അച്ഛന് ഞാൻ ചെറുപ്പത്തിൽ അച്ഛൻ ആദ്യം ഉണ്ടാക്കിയതാ. നിങ്ങൾ ചെറുതാകുമ്പോ അച്ഛൻ ഉണ്ടാക്കിയതാ. അന്ന് 2500 റുപ്യ വീടിന് ആകെ ചെലവ്. ചെലവ്. ഈ ചുമരൊക്കെ എന്താ? പച്ചക്കട്ട. പച്ചക്കട്ട. ഇവിടെ തന്നെ കട്ട ഇവിടെ സ്വന്തം മുറിച്ചതാ. കട്ട പിടിച്ച് ചുമര്. സിമെന്റ് ഒന്നും ഉണ്ടാവില്ല? ഇല്ല, സിമെന്റ് തന്നെ ഇല്ല, വെറും പച്ചക്കട്ട. ഇന്നും ഒരു ദോഷമില്ല. നിലമൊക്കെ ചാണകം. ചാണകം നല്ല. ഈ ഭിത്തിയെല്ലാം കല്ല് കിട്ടിയതാ. കാട്ടുകല്ല്. തോട്ടിലെ കല്ല് കിട്ടിയതാ. എത്ര ദിവസം കൂടുമ്പോ മെഴുകും ഇത്? ഇത് ആഴ്ചക്ക് ഒരിക്കൽ മെഴുകും. ഈ സ്ഥലത്തേക്ക് അച്ഛനാണോ വന്നത്? അച്ഛൻ കുറേ കൊല്ലായി, 10-100 വർഷത്തിന്റെ മേലായി. 100-120 വർഷമായി ഈ സ്ഥലത്ത്. ഇത് ഓരോ കൊല്ലവും പുല്ല് മേയും. ഒരു വർഷം മേയും. ജനുവരി ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ മേയും. പൊളിയൊന്ന് ഒരു മുകളിലൊരു തട്ട് ഒഴിവാക്കും. എന്നിട്ട് പുതിയതിടും. ഞങ്ങൾ ഇതിന്റെ മേൽക്കൂരിയൊക്കെ മുളയല്ലേ? മുത്തശ്ശൻ ഉണ്ടാക്കിയ മുളയാ, നമ്മൾ വെട്ടിയതല്ല. അപ്പൊ മുള അങ്ങനെ നിന്നോളൂ. അത് തീ കത്തിക്കുന്നുണ്ട്, നല്ല പുകയല്ലേ. കറുത്ത വാവന് നോക്കിയിട്ട് കൊത്തിയിട്ട് വെള്ളത്തിട്ട് വെച്ചത്. അതാ ഇന്നും ആ മുളക്ക് കേടുണ്ടോ നോക്കി. 10-65 കൊല്ലത്തിന്റെ മേലെയായി. അല്ലോ സന്തോഷം. ഇത് അവര് പോയിന് മരം വെച്ച് അലകിട്ട് ഇലയിട്ട് മച്ചിന്റെ മുകളിലേക്കാണ്. കോണി മുളയല്ലേ? നമ്മളെല്ലാം കടന്ന് വണ്ണം വെച്ച് തൊട്ടിലേത്. അത് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ട് കളിയാണ്ട് അരിയിലൊക്കെ. വീടിന്റെ റൂഫും മുളയാണ്, അതേപോലെ തന്നെ ഈ കോണിയൊക്കെ മുളയാണല്ലോ അല്ലേ? മുളയാണൊരു സംഭവം തന്നെ. നിങ്ങൾ മാറ്റാതെ ഇത്രയും നേരമായിട്ട് ബാബുവേട്ടൻ എനിക്കറിയാം. ഞങ്ങളെ പേര് ചോദിച്ചില്ല. ഗോപാലൻ ചെട്ടിയാ. കുനിക്കോട് ഗോപാലൻ ചെട്ടി. നിങ്ങളാരാ? ഞാൻ മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ടറാണ്. കൽപ്പറ്റയാണ് ഓഫീസ്. പേര് കമൽ. എൻ്റെ കൂടെ ഉള്ളത് ക്യാമറാമാനാണ് ഷമീർ മച്ചിങ്ങല്. മറ്റേത് സുവിത്ത്. ഇഷ്ടമായി എന്തായാലും. എല്ലാവരും ആയിക്കോട്ടെ.